ഹായ് ഫ്രണ്ട്സ്, SIR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണല്ലോ. ഇതിൽ നമ്മുടെ പേരുണ്ടോ എന്ന് പല രീതിയിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും വിശദമായി പറയേണ്ടതുകൊണ്ട് ഇതല്പം ലോങ് വീഡിയോ ആവാൻ സാധ്യതയുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ഗൂഗിളിൽ ഇലക്ടറൽ സെർച്ച് എന്ന് ടൈപ്പ് ചെയ്ത് നമ്മളിവിടെ ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ 3 ഓപ്ഷനാണുള്ളത്. ഒന്ന് സെർച്ച് ബൈ എപ്പിക് എന്നുള്ളതാണ്. അതിൽ നമ്മുടെ വോട്ടർ ID കാർഡ് നമ്പർ അല്ലെങ്കിൽ എപ്പിക് നമ്പർ എന്നൊക്കെ പറയുന്ന കാർഡിലെ ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെർച്ച് ബട്ടണിൽ അടിക്കുക. നിങ്ങൾക്ക് കാണാം ഇവിടെ SIR പട്ടികയിലെ മുഴുവൻ വിവരങ്ങളും വന്നിരിക്കുകയാണ്. അടുത്തതായി നമുക്ക് സെർച്ച് ബൈ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ വെച്ച് തിരയാവുന്നതാണ്. അതിനുവേണ്ടി കേരള സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് നെയിം റിലേറ്റീവ് നെയിം എന്നുള്ളത് നമ്മുടെ വോട്ടർ ID കാർഡിലോ വോട്ടർ പട്ടികയിലോ ഉള്ള പിതാവിൻ്റെ പേര് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേര് അങ്ങനെയുള്ളതാണ് അവിടെ കൊടുക്കേണ്ടത്. ജനന തീയതി കൊടുക്കുക, ജെൻഡർ കൊടുക്കുക. അതിനുശേഷം ജില്ല ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് നിയമസഭാ മണ്ഡലം സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് സെർച്ച് അടിക്കുന്നതോടുകൂടി നമ്മുടെ ആ ഡീറ്റെയിൽസ് അവിടെ വരുന്നതാണ്. മൂന്നാമതായുള്ള ഓപ്ഷൻ മൊബൈൽ നമ്പർ സെർച്ച് ബൈ മൊബൈൽ എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ അതിലേക്ക് ക്യാപ്ച അടിച്ച് അതിനുശേഷം സെൻഡ് OTP കൊടുക്കുക. ആ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ആ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി സെർച്ച് ബട്ടൺ അടിക്കുമ്പോൾ നമ്മുടെ ആ SIR കരട് വോട്ടർ പട്ടികയിൽ നിന്നുള്ള ഡീറ്റെയിൽസ് അവിടെ പ്രത്യക്ഷപ്പെടും. ഈ 3 രീതിയിലാണ് നമുക്ക് ഇവിടെ നമ്മുടെ കരട് വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള ഒരു എളുപ്പവഴി. ഇനി നമുക്ക് SIR കരട് വോട്ടർ പട്ടിക പരിശോധിക്കുന്നതിൻ്റെ മറ്റൊരു രൂപം നോക്കാം. അതിനുവേണ്ടി ഗൂഗിൾ ഓപ്പണാക്കി ഒരു അഡ്രസ്സ് ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. voters.eci.gov.in തുടങ്ങിയ ഈ ഒരു ലിങ്ക് ടൈപ്പ് ചെയ്യുക. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കതിൽ ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്യാവുന്നതാണ്. സെർച്ച് കൊടുത്തു. ഇവിടെ കേരള സെലക്ട് ചെയ്ത് ജില്ല സെലക്ട് ചെയ്യുക. നിയമസഭാ മണ്ഡലം സെലക്ട് ചെയ്ത് ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ലിസ്റ്റ് വന്നിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ബൂത്ത് ഏതാണെന്ന് ഇതിൽ നിന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനുശേഷം നമ്മുടെ ബൂത്ത് ഏതാണെന്ന് കണ്ടെത്തിയാൽ അതിന് നേരെ ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് സെലക്റ്റഡ് PDF എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത് PDF ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ നിന്ന് ആ ബൂത്തിലുള്ള മുഴുവൻ ആളുകളുടെയും പേര് വിവരങ്ങൾ ഇതിലുണ്ടാവും. ഇതിൽ നിന്ന് നമ്മളുടെ പേര് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇത് വളരെ ശ്രമകരമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യമായി വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു മെത്തേഡ് ആദ്യമായിട്ട് തന്നെ പറഞ്ഞത്. അതാവുമ്പോൾ നമുക്ക് വോട്ടർ ID വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് വെച്ച് അതുമല്ലെങ്കിൽ മൊബൈൽ നമ്പർ വെച്ച് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണ് ഇതിൽ
സൗകര്യപ്രദമായത് അത് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്തു കൊടുക്കുക. അതോടൊപ്പം എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക, ഞാൻ മറുപടി തരുന്നതായിരിക്കും. കൂടുതൽ ഇതുപോലുള്ള നല്ല വീഡിയോകൾ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്